ഹലോ, നമസ്കാരം. ഞാൻ ഷിജ ജയ്മോൻ, ഇത് അനിറ്റ ജയ്മോൻ. ഞങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് ആണ് ആൻഡ് ലൈഫ് കോച്ചസ് ആണ്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് എവിടെയാണെന്നറിയോ? സ്വിൻഡനിൽ നിന്നാണ്, UK അപ്പം നമ്മളുടെ എനിക്ക് തോന്നുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഹെയ്സിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അബണ്ടൻസ് ആക്സിലേറ്റർ മണി ചലഞ്ചിൻ്റെ ഡേ 2 ആണ്. എത്ര പേര് എക്സൈറ്റഡ് ആണ്? ഇങ്ങനെയാണെങ്കിൽ ഇത് കമൻറ്റ് ചെയ്ത് എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം ജീവിതത്തിലേക്ക് മണിയെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ആൾക്കാർ വിചാരിക്കും എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയി. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് അത്രയും അത്ഭുതകരമായിട്ടുള്ള നല്ല ദിനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള റൈറ്റ് ടൈമാണ്. അതുകൊണ്ട് ഈ ഒരു ചാനൽ നിങ്ങളിന്ന് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ലക്കിയാണ്. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് വെച്ച് ചെയ്യുക, ഐ എം ലക്കി, ഞാനൊരു മജീഷ്യനാണ്, എൻ്റെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള മാജിക്കൽ പവർ എനിക്ക് കിട്ടാൻ പോവാണ്. സോ അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ മണി ചലഞ്ച് 2ലേക്ക് സ്വാഗതം. ഇന്നലത്തെ ചലഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഡേ പോയി കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഡേ 2ലേക്ക് വരിക. അതിട്ട് കൂട്ടാ ഇന്ന് സ്വിൻഡനിൽ ഇരുന്നിട്ട് ഈ ഒരു മോർണിംഗ് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഐ ഫീൽ ഹാപ്പി ആൻഡ് ഐ ഫീൽ അബണ്ടന്റ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് ആക്ച്വലി ദാറ്റ് ഇസ് ഹാപ്പനിങ്. അതുകൊണ്ടാണ് ഈ ഒരു സീരീസ് തന്നെ തുടങ്ങുന്നത്. അത് UK വെച്ച് തുടങ്ങുന്നത്. കാര്യം ആളുകൾക്ക് അവരുടെ ലൈഫിൽ അവരാഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഡേ 1 ആയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗോ ടു ആ ചാനൽ, പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കണ്ട ശേഷം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. കാര്യം ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാ? ഇറ്റ്സ് ദ സിക്സ്ത് ഇയർ. എങ്ങനെ ഫീൽ ചെയ്യുന്നു? പണ്ട് ലോ ഓഫ് അട്രാക്ഷൻ അറിയാത്ത അനീറ്റയും ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ ഓരോ ദിവസവും മാസ്റ്റർ ചെയ്ത് സെൽഫ് മാസ്റ്റർ ചെയ്ത അനീറ്റയും എങ്ങനെ വ്യത്യാസമുണ്ട്? എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവ് കിട്ടി നമ്മുടെ ലൈഫിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസി. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യമാവട്ടെ, പണമാകാം, നല്ല ബന്ധങ്ങളാവാം, നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നല്ല അവസരങ്ങൾ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ഐ തിങ്ക് ഏറ്റവും സിമ്പിളായൊരു കാര്യം, നല്ല കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നതാണ്. ഇപ്പം അനീറ്റ എന്ന് പറഞ്ഞൊരു മജീഷ്യനാണ്. അതെ, ഞാൻ പണ്ടേ മജീഷ്യനാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ നമ്മൾ മറ്റേ അലാദിൻ്റെ അത്ഭുത വിളക്ക് പറയില്ലേ, പണ്ട് നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ ഭാഗ്യം എപ്പോൾ അടിക്കും എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതിന് ഇന്ന് എനിക്ക് അറിയാമോ ദാറ്റ് ഇസ് ദെയർ ഇൻസൈഡ് മീ. ജസ്റ്റ് ചോദിച്ചാൽ അതെ, അതിനു വേണ്ടി നമുക്ക് ദൈവവും യൂണിവേഴ്സും ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു കണക്ഷൻ, അതിനെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയാനൊക്കെ അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നല്ല രീതിയിലൊക്കെ പഠിക്കണമെങ്കിൽ നമ്മളുടെ മെമ്പർഷിപ്പിലേക്കൊക്കെ വരിക. ടോട്ടലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ ലിസ്റ്റ് എഴുതി കാര്യങ്ങൾ എങ്ങനെ നേടണം, എങ്ങനെ നിങ്ങളുടെ ഫ്രീക്വൻസി അലൈൻ ചെയ്യണം, അതൊക്കെ നമ്മുടെ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്നുള്ള 1 month ക്ലാസ്സിൽ വന്നാൽ ലൈവായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഡേ 2ലേക്ക് പോവാണ്. എന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല മനുഷ്യരെ സംബന്ധിച്ച് പണം എന്ന് പറയുമ്പോൾ പേടിയായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാവാം. ഇങ്ങനെ പല പല വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കോൺഷ്യസ് ആയിട്ടോ അൺകോൺഷ്യസ് ആയിട്ടോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. ഈ വിശ്വാസങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും നല്ല വിശ്വാസങ്ങളാണ് ഉള്ളെങ്കിൽ പണം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏത് ദുർഘടമായിട്ടുള്ള അവസ്ഥയിലും ഓപ്പർച്യൂണിറ്റീസ് അവരിലേക്ക് ഫ്ലോ ചെയ്യും. അവരുടെ ലൈഫ് അവർ അട്രാക്റ്റ് ചെയ്യുന്നത് മുഴുവനും അവസരങ്ങളായിരിക്കും. മറിച്ച് എൻ്റെ ജീവിതം ആരുമില്ല, ഞാൻ പെട്ടുപോയി, കാശുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പൈസ മാനേജ് ചെയ്യാൻ അറിയില്ല, ഞാൻ എൻ്റെ കൈ ഓട്ടക്കൈയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിന് മുമ്പേ ചിലവായി പോകും, എൻ്റെ കയ്യിൽ ഒന്നും ഇരിക്കില്ല, എൻ്റെ ജീവിതത്തിൽ പണമില്ല, ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണു? സോ ടുഡേ നമ്മളുടെ മണി ഫ്രീക്വൻസി എന്താണെന്നാണ് നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നിമിഷം മുതൽ അടുത്ത 2 ദിവസം, ഓക്കെ, ഫോർ 2 days നിങ്ങളുടെ ഒരു അവെയർനെസ്സിനെ കൊണ്ടുവരാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ദാറ്റ് ഈസ് വാട്ട് യു തിങ്ക് അബൌട്ട് മണി, വാട്ട് യു ബിലീവ് അബൌട്ട് മണി, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ആൻഡ് വാട്ട് യു ഡു അബൌട്ട് മണി. ഈ 4 എലമെൻറ്റുകളെ നമ്മൾ നോക്കാൻ പോവാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ വരുമ്പോൾ FTBA എന്ന് പറയും, ഫീലിങ്സ്, തോട്ട്, ബിലീഫ് ആൻഡ് ആക്ഷൻ. ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു അവെയർനെസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്,
ആ ബുക്കിൻ്റെ പേജ് 2 Yeah. നമ്മൾ എഴുതാൻ പോകണം. ഇന്നലെ നിങ്ങൾക്ക് എത്ര വിഷ് ലിസ്റ്റ് എഴുതാൻ പറ്റി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതെ, ഞാൻ ചോദിച്ചായിരുന്നു എത്ര നിങ്ങളുടെ വിഷ് എഴുതി. 100 എഴുതിയോ? ഇപ്പൊ തന്നെ താഴെ കമന്റിൽ എഴുതാം എത്ര എഴുതി. ചിലപ്പോൾ 50s 100 ഇനി അതിനേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. ഐ ഹാവ് റിട്ടൺ 100 വിഷസ്. അപ്പൊ നിങ്ങളൊന്ന് താഴെ വന്ന് കഴിഞ്ഞ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ പിന്നെ ആൾക്കാർ വിഷ് ലിസ്റ്റ് ഇങ്ങനെ എഴുതാനൊക്കെ പറയുമ്പോൾ ഹെലികോപ്റ്റർ എന്തൊക്കെയാണ് അത്രയും എക്സ്പീരിയൻസ് ആണ് എഴുതാതെ. അപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹങ്ങൾ, പലതവണയും പല പല ആഗ്രഹങ്ങൾ വരും. അപ്പോൾ നിങ്ങളത് പേപ്പറിലേക്ക് എഴുതാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ബുക്കിൽ സെക്കൻഡ് പേജ് ഓപ്പൺ ചെയ്യുക. പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട്, അത് രണ്ടും ആവാം. നമ്മുടെ ലൈഫിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണവുമായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ട് എന്ത് വിശ്വാസങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത് പേപ്പറിലേക്ക് എഴുതാം. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഒരു നോട്ട്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരു കോളം കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മണി ഫ്രീക്വൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും റൈറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ മമ്മി കുറച്ച് നേരം മുമ്പ് പറഞ്ഞു, ദാറ്റ് ഈസ് എൻ്റെ ഒരു വിശ്വാസമാണ്, പണം എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് പണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇനഫായിട്ടുള്ള സേവിങ്സ് എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ ഐ ലവ് സ്പെൻഡിങ് മണി. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണം മുടക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചിന്തകളോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പേപ്പറിലേക്ക് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന എന്താണോ പേപ്പറിലേക്ക് എഴുതുക. അത് ഓരോ സമയത്ത് എഴുതി പോവാം. കാര്യം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുവാണ്, ഈ ജോലി കൊണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെടില്ല, ഈ ശമ്പളം കൊണ്ട് എനിക്കൊന്നും നേടാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ വാടക വീട് മാത്രമേ ഉള്ളൂ, എനിക്കൊരു നല്ല വീടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ചില ആൾക്കാർ പറയും, എൻ്റെ ലൈഫിൽ എനിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നേടാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിൽ പണക്കാരനാവും, ഞാൻ റിച്ച് ആവും, ഞാൻ നല്ല മേഴ്സിഡീസൊക്കെ ഓടിക്കും, ഞാൻ വിദേശ യാത്രകൾ മുഴുവൻ ചെയ്യും. ടോട്ടലി നമ്മൾക്ക് എന്ത് ഫീലിങ്സ് വരുന്നു നമ്മൾക്ക് ആ ഫീലിങ്സ് എഴുതാം. പോസിറ്റീവ് ആണെങ്കിൽ എഴുതാം, നെഗറ്റീവ് ആയിട്ട് എഴുതാം. ജഡ്ജ് ചെയ്യേണ്ട. നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളുടെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ തോന്നുകയാണ്, ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊന്നും കയറാൻ പോലുള്ളൊരു യോഗ്യതയില്ല, ഇതൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെയാണോ ചിന്തിക്കണേ? അതോ എനിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും, ഞാൻ ഇവിടെ എൻ്റെ മേഴ്സിഡീസിൽ വന്നിറങ്ങിയിട്ട് എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ വീക്കെൻഡ്സ് ഞാനിവിടെ താമസിക്കും. അപ്പോൾ ഇതിൽ ബേസിക്കലി ചിന്തകളും എഴുതാനാണ് പറയണത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം തുടങ്ങുന്നത് നമ്മളുടെ അവെയർനെസ്സിലാണ്. അപ്പോൾ ഇതിന് തെറ്റും ശരിയൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ നിമിഷം മുതൽ അടുത്ത 2 ദിവസം ഈ ഒരു എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഉച്ചയ്ക്കൊക്കെ ജോലി എടുക്കുന്ന സമയം പെട്ടെന്ന് തോന്നാണ്, എൻ്റെ സാലറി ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഭാര്യ വിളിച്ചിട്ട് പറയും ഈ സാധനം അയ്യോ ഇതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ എന്ത് ചിന്തകൾ മനസ്സിൽ വരുന്നോ ആ ഒരു കാര്യം നിങ്ങളുടെ ബുക്കിലേക്ക് അപ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ പേപ്പറിലേക്ക് നിങ്ങൾ എഴുതാം. ഇതിലൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇവിടെ പോകുന്നു, ശരിക്കും എന്താ ലുലുവിൽ പോകുന്നു. ലുലുവിൽ പോകുമ്പോൾ ഏറ്റവും നല്ല വാച്ചസിൻ്റെ ഒക്കെ നല്ല സ്റ്റോറ്, അവിടെ ചെന്ന് കയറുമ്പോൾ ഹൗ യു ഫീൽ? അതിൻ്റെ അകത്ത് കയറി എനിക്ക് ആ വാച്ച് വാങ്ങാൻ പറ്റും. ഞാനിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡയമണ്ട് വാച്ചാണ്. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇങ്ങനെ ഡയമണ്ട് വാച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഞാനെപ്പോഴും ചിന്തിക്കുമായിരുന്നു ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടിയതായിട്ടായി ഫീൽ. ഞാനിങ്ങനെ തലശ്ശിലൊക്കെ കയറിയിട്ട് നല്ല ഡയമണ്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനതപ്പോൾ തന്നെ ഒരു ധൈര്യത്തോടെ എടുത്തിടും. വളരെ ഫാസ്റ്റായിട്ട് എനിക്കത് അട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പം നമ്മളുടെ ചിന്തകൾ എന്താണ് എന്ന് പേപ്പറിലേക്ക് എഴുതാം. അത് നമ്മുടെ ചിന്തകൾ എഴുതാം, നമ്മൾക്ക് ഫീൽ ചെയ്യണത് എന്താണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത്രയും പൈസയൊക്കെ ചിലവാക്കാൻ പറ്റുമോ, അതൊക്കെ ഒരു തെറ്റല്ലേ, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ വൺസ് ഞാൻ അതിൽ റെഗുലറായിട്ട് എനിക്ക് ഒത്തിരി ട്രിപ്സ് കിട്ടാൻ തുടങ്ങി. ഏത് ട്രിപ്സും ശരിക്കും ഇപ്പോൾ സാംസങ് LG ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണേ. എനിക്കൊരു 200 ട്രിപ്പെങ്കിലും കഴിഞ്ഞ 25 വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ട്രിപ്സിനും മൂവ് ഔട്ട് ചെയ്യാൻ തുടങ്ങുകയും ലൈഫിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എല്ലാ എക്സ്പീരിയൻസും വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് എൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് മാറിയപ്പോൾ ഇന്ന് പൈസ കൊടുത്ത് എവിടെ പോണേനും ഞാൻ ഹാപ്പിയാണ്. അല്ലെ, ഒരിക്കൽ പോലും എനിക്കൊരു റിഗ്രറ്റോ അങ്ങനെ ഒരു ഇതൊന്നും തോന്നാറില്ല. കാരണം പേ ചെയ്യുമ്പോൾ ഞാൻ ബ്ലെസ് ചെയ്യും ആ ഒരു പൈസയെ. നീ പോയിട്ട് 10 ഇരട്ടിയായിട്ട് 100 ഇരട്ടിയായിട്ട് തിരിച്ചു വാ,
പോവും, ഹാപ്പി ആയിട്ട് അപ്പം പോവും. നമ്മളുടെ മണി ഫ്രീക്വൻസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എവറി സിംഗിൾ തോട്ട്, ഇമോഷൻ, നമ്മുടെ വിശ്വാസവും ആക്ഷൻ, ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മളുടെ മണി ഫ്രീക്വൻസി ആയിട്ട് മാറണത്. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്താണോ അതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ റിയാലിറ്റി ആയിട്ട് മാറണത്. അപ്പോൾ നിങ്ങൾ ഇന്ന് നോട്ടീസ് ചെയ്യുക, എങ്ങനെയാണ് പണത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? ഹൗ ഡു യു ഫീൽ അബൌട്ട് മണി ആൻഡ് വാട്ട് ഡു യു ഡു? പണത്തിനെക്കുറിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും ഫീൽ ചെയ്യണേ, അല്ലെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണേ? ഈ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അവയർനെസ് വന്നാലാണ് ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ വരുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും, ഞാനും കുറേ വർഷം മുമ്പ് എവിടെ കാശ് കൊടുക്കുമ്പോഴും അയ്യോ ഇപ്പൊ കോഴ്സുകളൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ചില കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് യു സ്പെൻഡ് ലാക്സ്. ഈ 1 ലക്ഷവും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ജെയ്മോൻ ചോദിച്ചിട്ടുണ്ട്, ഡാഡി ചോദിച്ചിട്ടുണ്ട്, എടാ ഇതൊക്കെ മുടക്കാൻ പറ്റുമോ, ഇത് പോകില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്? മമ്മി ഭയങ്കര ഓട്ടപ്പണി എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ മോള് കൊടുത്തോ, നീ അത് നിനക്ക് ചെയ്യാൻ പറ്റും, 10 ഇരട്ടിയായിട്ട് നിനക്ക് ഈ കാശ് കിട്ടും എന്ന് പറയും. അപ്പോൾ ദാറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അതൊരു നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ് ആക്ച്വലി. നമ്മളപ്പോൾ ആ ഒരു പണം കൊടുക്കുമ്പോൾ ബ്ലെസ് ചെയ്ത് നമുക്ക് ആ ഒരു നോളേജ് കിട്ടുന്നതും ആ ഒരു ക്യാഷ് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണത്. അപ്പോൾ നിങ്ങളും ഒരു ചെറിയൊരു നമ്മളിന്ന് ചിലപ്പോൾ നിങ്ങൾ വരുന്ന ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കുന്നതായിരിക്കും. പക്ഷെ ആ ചായ കുടിക്കുമ്പോൾ ആ ഒരു മണീനെ ബ്ലെസ് ചെയ്യുക, കാര്യം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി. ഇനി നാളെ ചിലപ്പോൾ നിങ്ങൾ അതിനേക്കാളും കൂടിയൊരു സാധനമായിരിക്കും, എന്താണോ. അപ്പോൾ നമ്മൾ ഏത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ബ്ലെസ് ചെയ്ത് ചെയ്യുമ്പോൾ ദാറ്റ് ഗിവ്സ് യു ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയും തോന്നുമ്പോൾ നമ്മളുടെ ബോഡിയിൽ കൊണ്ടുവരുന്ന എമോഷൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഫ്രീക്വൻസി എന്താണെന്ന്, എക്സ്പെഷ്യലി ഇത് എന്തുകൊണ്ട് 24 മണിക്കൂറല്ല 2 ദിവസം ചെയ്യാൻ പറയുന്നത്, ആ ഒരു ചിന്തകളെയും വിശ്വാസങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം എഴുതണം കേട്ടോ, ഒരു ദിവസം 2 ഡേയ്സ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്താൽ നാളത്തെ നമ്മുടെ പ്രാക്ടീസ് ഡേ 3-ലെ കാര്യങ്ങൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏതെങ്കിലും ദിവസം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പേത്താനടിച്ച് 1 തൊട്ട് പിന്നെ ആദ്യത്തെ 1 ദിവസം പോവുക, 2ാമത്തെ ദിവസം പോവുക. അപ്പോൾ ഇന്ന് എഴുതേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വരുന്ന ചിന്ത, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എഴുതുക. എഗെയിൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പണത്തെ പറ്റി നിങ്ങളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഫീലിംഗ്, അതും എഴുതുക. എഗെയിൻ നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊരു എനിക്കിതൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു ജോലി തന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു 50 lakhs ജോലി, അല്ലെങ്കിൽ 1 കോടിയുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഒരു 1 crore ഇൻകം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതോ എനിക്ക് 10 lakhs തന്നെ പറ്റുള്ളൂ? എന്താണ് നിങ്ങളുടെ ചിന്ത? അപ്പോൾ നമ്മുടെ ഡേ 2 കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോൾ താഴെ നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് ഐ കംപ്ലീറ്റഡ് ഡേ 2 എന്ന് പറഞ്ഞ് എഴുതാം. നിങ്ങളുടെ മണി ഫ്രീക്വൻസിനെ കുറിച്ച് എന്ത് തിരിച്ചറിവാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, ആ ഒരു കുറച്ച് വിശ്വാസങ്ങൾ, ഒരു 5 വിശ്വാസങ്ങൾ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ആർക്കാണോ അവരുടെ ലൈഫിൽ കൂടുതൽ ഫൈനാൻഷ്യൽ അബണ്ടൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഡേ 3 അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡു ദാറ്റ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആണ്. അപ്പോൾ 89, 399, 799, 799 ഈ 3 വിധത്തിലുള്ള കാര്യങ്ങൾ എടുക്കുക. അതിലേക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ബേസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, അപ്പോൾ നമ്മൾ ഇന്ന് പോണ കാഴ്ചകളൊക്കെ നമുക്കിടാം. താങ്ക് യു ആൻഡ് സീ യു അറ്റ് ഡേ 3.